ഇപ്പൊ സാറ് ബേസിക്കലി ഇപ്പൊ 3 കാര്യം പറഞ്ഞു. IVF, IUI, ICSIയുടെ പറ്റി പറഞ്ഞു. എന്താണ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് ഓർ ഏത് ട്രീറ്റ്മെന്റ് ആണ് മോസ്റ്റ് സക്സസ്ഫുൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ഫാർ ആസ് ദ പേഷ്യൻറ്റ് ഇസ് കൺസേൺ, പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊരു പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരത് 100% വിജയിക്കുന്ന വിചാരിച്ചാണ് ഈ പേഷ്യൻ്റ് ചെയ്യുക. Right. പക്ഷെ അതായത് സത്യം അങ്ങനെയല്ല. എല്ലാറ്റിനും ഒരു സാധ്യതയോ അല്ലെങ്കിൽ വിജയ ശതമാനം ഉണ്ട്. സക്സസ് റേറ്റ് എന്ന് പറയുന്ന സാധനം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IUI എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് IUI പ്രൊസീജിയറിന് ലോകത്തിൽ എവിടെ IUI പ്രൊസീജിയർ ചെയ്താലും 10-15% ആൾക്കാർക്ക് അത് ശരിയാവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ IVF ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ബൈ ആൻഡ് ലാർജ് സ്ത്രീയുടെ പ്രായം അനുസരിച്ചിരിക്കും വിജയ സാധ്യത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതും ആണ്. സ്ത്രീയുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ജനറലി IVF ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 വയസ്സിൽ ഒരു സ്ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പല തരത്തിലുള്ള സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പല രീതിയിൽ അളക്കാം. അതായത് വെറും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കിട്ടി, അതൊന്നുമല്ല. ഒരു സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 3 മാസമായപ്പോഴേക്കും അത് അലസിപ്പോയി, 2 മാസമായപ്പോഴേക്കും അലസിപ്പോയി. അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ടേക്ക് ഹോം ബേബി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതും വീട്ടിൽ കുഞ്ഞുകുഞ്ഞെ കൊണ്ട് പോകുന്ന എത്ര ശതമാനം ആൾക്കാരാണ്. അതാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ ടേക്ക് ഹോം ബേബി റേറ്റിലാണ് കാര്യം കിടക്കുന്നത്. പലരും ഈ ടേക്ക് ഹോം ബേബി റേറ്റിനെ പറ്റി സംസാരിക്കും. ഒരു 30 വയസ്സിലൊക്കെ IVF ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 30-35% ആൾക്കാർ ബേബിയും കൊണ്ട് പോകും. അവർക്ക് ബേബി കിട്ടും. അതാണ് അതിന്റെ സത്യം. എത്രയും പ്രായം കൂടണോ അത്രയും ഈ ടേക്ക് ഹോം ബേബി റേറ്റ് കുറയും. അപ്പൊ അത് നമ്മൾ റിയലിസ്റ്റിക് ആണ്. ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻസിനോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർക്കത് മനസ്സിലായി എന്നുണ്ടായിരുന്നു. അവർക്ക് ആ ശരിയാവാത്തതിന്റെ ആ വിഷമം കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും. പ്രൊസീജിയർ തുടങ്ങാൻ, അതാണ് ഞാൻ പറഞ്ഞത്, എത്തിക്സ് ഇതിനുള്ള കളിക്കുന്നത്. പ്രൊസീജിയർ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞ് പൊതുവെ തട്ടിയിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. 10 പേർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 6 പേര് തിരിഞ്ഞു ചോദിക്കും ഒക്കെ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞിട്ട് എന്താ കാര്യങ്ങൾ ശരിയാവും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായം കൂടുന്തോറും കുറയും.